നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കീഴിൽ നവീകരിക്കുന്ന റോഡുകളുടെ പണി പൂർത്തിയാകുന്നതോടെ നഗരത്തിന്റെ മുഖച്ഛായ മാറുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. എന്നാൽ റോഡുകളുടെ പണി പൂർത്തിയാകുമ്പോഴേക്കും ശബരി റെയിൽ പദ്ധതി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ശബരി റെയിൽ പാതയ്ക്കായി കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ അനുവദിച്ച 100 കോടി രൂപ റെയിൽവേ ബോർഡിലേക്ക് മടക്കിയതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ശബരിമല തീർത്ഥാടകർക്കായി ഒരു റെയിൽപാത ഉണ്ടാക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പ് നൽകിയിരുന്നു. കേന്ദ്രം തുക അനുവദിച്ചെങ്കിലും പദ്ധതി മരവിപ്പിച്ച ഉത്തരവ് പിൻവലിക്കാത്തതാണ് നിലവിലെ പ്രശ്നം. മരവിപ്പിച്ച പദ്ധതിയായതിനാൽ പണം വിനിയോഗിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് മടക്കിയത്. കഴിഞ്ഞ യൂണിയൻ ബജറ്റിൽ അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിക്ക് 100 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. 4 വർഷം മുൻപാണ് ശബരി പാത പദ്ധതി മരവിപ്പിച്ചത്. ബജറ്റിൽ തുക അനുവദിച്ചെങ്കിലും നിബന്ധനകൾ പാലിച്ചില്ല. സജീവമായ പദ്ധതികൾക്കോ പണം ചെലവഴിക്കാനാവൂ എന്ന ചട്ടം നിലനിൽക്കുന്നുണ്ട്. മരവിപ്പിച്ച പദ്ധതി എന്ന കാര്യം സൂചിപ്പിച്ചാണ് റെയിൽവേ പണം മുടക്കിയത്. മരവിപ്പിച്ച ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ തുക വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. 2019 മരവിപ്പിച്ച പദ്ധതിക്കായി കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയതോടെയാണ് ശബരി റെയിൽവേ പദ്ധതിക്ക് വീണ്ടും ചിറകുമുളച്ചത്. 7 കിലോമീറ്റർ പാതയും ഒരു പാലവും നിർമ്മിച്ച ശേഷം മരവിപ്പിച്ച പദ്ധതിയാണിത്. 111 കിലോമീറ്റർ വരുന്ന പദ്ധതിയിൽ 7 കിലോമീറ്റർ ട്രാക്കും കാലടി സ്റ്റേഷനും പെരിയാറിലെ റെയിൽ പാലവും മാത്രമാണ് പൂർത്തിയായത്. തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയെ പറ്റി നേമം മണ്ഡലത്തിലെ പാപ്പനംകോട് എസ്റ്റേറ്റ് റോഡിനെയും പൂജപ്പുര മുടവൻ മുകളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുടവൻ മുകൾ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ടാണ് മന്ത്രി സംസാരിച്ചത്. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പൊതുമരാമത്ത് നടത്തിവരുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിൽ പ്രധാനമാണ് സ്മാർട്ട് സിറ്റി റോഡുകളുടെ നവീകരണം. പണി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കരാറുകാരന്റെ നിസ്സഹകരണം തടസ്സമായിരുന്നു. തുടർന്ന് ഈ കരാറുകാരനെ സർക്കാർ പിരിച്ചുവിട്ടു. എത്ര വലിയ കരാറുകാരനായാലും സർക്കാർ നിബന്ധനകൾ അനുസരിച്ച് വേണം ജോലി ചെയ്യാൻ. സമയബന്ധിതമായി പണി പൂർത്തിയാക്കാൻ തയ്യാറായില്ലെങ്കിൽ പിരിച്ചുവിടാൻ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ റോഡുകളും ഒരുമിച്ച് ഒറ്റ കരാർ നൽകാതെ കരാറുകൾ വിഭജിച്ച് നൽകിയതോടെ പണി ഇപ്പോൾ ഭംഗിയായി നടക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നേമം മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മുടവൻ മുകൾ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി തന്റെ ഓഫീസ് നേരിട്ട് വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നേമം മണ്ഡലത്തിലെ എസ്റ്റേറ്റ് വാർഡിലെ സത്യം നഗറിലാണ് പാലം നിർമ്മിക്കുന്നത്. മുടവൻ മുകൾ ഭാഗത്ത് കരമന നദിക്ക് കുറുകെ പാലം നിർമ്മിക്കുക എന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. തുടർന്നാണ് 13.6 കോടി രൂപ ചെലവിട്ട് പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. ഇതിനായി 2.25 കോടി രൂപ നഷ്ടപരിഹാരം നൽകി 18 പേരിൽ നിന്ന് ഭൂമിയും ഏറ്റെടുത്തു. 11 മീറ്റർ വീതിയിൽ 7.5 മീറ്റർ വാഹനപാതയും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയും ഉൾപ്പെടെയാണ് പാലം നിർമ്മിക്കുന്നത്. 230 മീറ്ററിൽ അപ്രോച്ച് റോഡും നിർമ്മിക്കും. പാലം പൂർത്തിയാകുന്നതോടെ പൂജപ്പുര മുടവൻ മുകൾ ഭാഗത്തു നിന്ന് പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മലമേൽമുന്ന് ഭാഗത്തേക്കും തിരിച്ച് വളരെ എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തിന്റെ വികസന കുതിപ്പ് നേമം മണ്ഡലത്തിലൂടെ ദൃശ്യമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.